بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم بنفس أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പരിശുദ്ധ സഹോദരന്മാരെ സഹോദരികളെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഞങ്ങളുടെ റബ്ബുരെ വിധികൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് നണ്ടൊട്ടിക്കും തുടർന്ന് നിങ്ങളൊട്ടിക്കും വസിയത്താകർ ഉപദേശാകർ. അവൻ്റെ വിധിവിലക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന മുത്തക്കീങ്ങളിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ അടിമകൾക്ക് നാളെ പരലോകത്ത് ഒരുക്കി വെച്ചതായ സുഖലോകമായ സ്വർഗ നേടുക നിർബന്ധമാക്കിയത് ഈ ലോകത്ത് അവൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് ജീവിക്കുന്നതായ ആ തൗഹീദിൻ്റെ ആദർശത്തോട് ജീവിക്കുന്നതായിത്തിക്കരുത്. സർവലോകത്തെയും അതിലുള്ള സൃഷ്ടികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബുക്ക് രണ്ട് രീതിയിലുള്ള ഷഹാദത്ത് ഖരാർ ഒരു എഗ്രിമെന്റ് കൊടുക്കുന്നതായിത്തിക്കര് തൗഹീദ് ചൊല്ലുന്നത്. മൂന്ന് രീതിയിലായിത്തിക്കര് തൗഹീദ് അൽ ഉലൂഹിയ, ഇലാഹി എന്നുള്ളതായ തൗഹീദ്, സർവലോകത്തെ പടച്ച് സൃഷ്ടിച്ച് റബ്ബുരെ ആ റബ്ബുരെ ഇബാദത്താക്കൂ, ആ ഇബാദത്ത് അർഹതൻ അവൻ മാത്രമേ ഉള്ളേ, അതുക്ക് ഒരു സൃഷ്ടികളെയും കൈകടത്തുക തീരാൻ ചുമത്തുള്ള ആ ഉറച്ചതായ ഒരു അജണ്ടയായിത്തിക്കർ ഉലൂഹിയ. രണ്ടാമത്തേത് അർ റുബൂബിയ, ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് പരിപാലിക്കരുത് ആ റബ്ബ് മാത്രമേ. ആ റബ്ബ് മാത്രമേ അധികാരമുള്ളൂ. സൃഷ്ടിക്കുകയും
അതിന് പരിപാലനാക്കുകയും അതിനെ നിയന്ത്രിക്കുകയും അധികാരമുള്ള അവനും മാത്രമേ ഉള്ളേ. അതല്ലാത്ത ഒരു സൃഷ്ടികൾക്കും കൊടുക്കുക തീരാൻ ചൊല്ല ഉറച്ച ഒരു തീരുമാനത്തിക്ക് റുബൂബിയ. മൂന്നാമത് സിഫാത്ത്, വിശേഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിശേഷണങ്ങൾ ചൊല്ലുന്നു. അവന്റെ വിശേഷണം 90 114 ചൊല്ല രണ്ടു അഭിപ്രായമുണ്ട്. ആ വിശേഷണത്തിൽ ചൊന്നതായ ഓരോരോ വിശേഷണവും അവന് റബ്ബ് ആ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുക. ആ 90 വിശേഷണത്തിൽ ചൊന്നതായ അർത്ഥം അവന് റഹ്മാനും റഹീമും റഊഫും റസാഖും ഇങ്ങനെ ഒരുപാട് വിശേഷണം. ആ ഓരോരോ വിശേഷണത്തിനും പ്രത്യേകമായ അർത്ഥമുണ്ട്. ആ അർത്ഥം അത് അവനുക്ക് മാത്രമേ ഉള്ളത്. അതിൽ ഒരു സംശയം മനസ്സിൽ വരാത്ത പൂർണ്ണമായ ഉറച്ച വിശ്വാസമായിട്ട് അസ്മാഉ സിഫാത്തും ചൊല്ലുന്നത്. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അവന്റെ തൗഹീദ് പൂർത്തിയാവേ. നമുക്ക് ഞങ്ങളെ മനസ്സാക്ഷികളോട്ട് ഒന്ന് കേട്ടു നോക്കാം. ഈ ചൊന്ന വിശ്വാസം, ഈ 3 രീതിയിലുള്ള വിശ്വാസം ഞങ്ങളെ തൗഹീദ് ഉൾക്കൊള്ളുമ്പോൾ അത് ഞങ്ങൾ ഉറച്ചിട്ട് തീരുമാനിച്ച ചൊന്തുള്ള ഒന്ന് ഞങ്ങളെ മനസ്സാക്ഷിയോട് ഞങ്ങൊന്ന് കേൾക്കണം. ഒരാൾ തൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം അവന് പ്രവർത്തിക്കൊണ്ടോ എന്തെല്ലാം ആക്കുകൊണ്ടോ അതെല്ലാം നന്റെ റബ്ബുമായിട്ട് നന്റെ ഇലാഹിയുമായിട്ട് ഈ 3 ചൊന്നതായ വിശേഷണത്തിൽ ഉൾക്കൊള്ളുവാൻ ചൊന്നുള്ള ആ ഒരു പൂർണ്ണമായ ഉറപ്പൈത്തിക്ക് ഷഹാദത്ത് ചൊല്ലുന്നത്, ഖറാറ് ചൊല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോടും അടിമകളും അല്ലാഹുവിനോടും ചില ഖറാറുണ്ട്, ഒരു അഗ്രിമെന്റ് ഉണ്ട്. എന്തേ അടിമകൾ അല്ലാഹുവിനോടുള്ള അഗ്രിമെന്റ് എന്തേ? ഞാൻ എന്ത് ഇബാദത്താക്കരെങ്കും ഞാൻ ഈ ലോകത്ത് ഇബാദത്തും ചൊല്ലുന്നതായ ആ വിശേഷണത്തുള്ള എന്ത് ആക്കരെങ്കും അത് നിക്ക് മാത്രമേ ആക്കരം ചൊല്ലുള്ള പൂർണ്ണമായ ഉറച്ച വിശ്വാസമായി തിക്കര് ആ വിശ്വസിക്കുന്നത് ആ മനുഷ്യനാവണം ചൊന്നുണ്ടെങ്കിൽ അള്ളാഹുര ആ പൂർണ്ണമായ ഉറപ്പ് ആ അള്ളാഹു ആ മനുഷ്യ കൊടുക്കുമ്പോ അള്ളാഹു മനുഷ്യരോട്ടേക്കും അവന്റെ അടിമകളോട്ടേക്കും ചില കരാറുണ്ട്. എന്തേ നന്റെ മാത്രം ഇബാദത്താക്കരതായ ഒരു അടിമ, നണ്ടോട്ടിക്ക് മാത്രം കാര്യം തേടുന്നതായ ഒരു അടിമ, ആ അടിമ നണ്ടോട്ടിക്ക് മാത്രം അവന്റെ എല്ലാ ദൈനംദിന ജീവിതത്തിൽ അർപ്പണാക്കുമ്പോ അങ്ങനെയുള്ള നന്റെ അടിമകൾക്ക് നാളെ പരലോകത്ത് നാണ് സ്വർഗം കൊടുക്കുവാൻ ചെന്നുള്ള ആ ഒരു എഗ്രിമെന്റും സിസ്റ്റാവും അടിമകളോട്ട് കൊണ്ട് ഈ രണ്ട് അടിമവും ഉടമയുമായിട്ടുള്ള രണ്ട് കരാറൈത്തിക്ക് തൗഹീദ് ചൊല്ലുന്നത്. ഒരു മനുഷ്യൻ 5 വക്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരും പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ചൊല്ലുന്നതെല്ലാം അല്ലാഹുരെ ആ വഹ്ദാനിയത്തിനെ ഉറപ്പിക്കുന്നതായിത്തിക്കറ് അല്ലേ. ഞങ്ങളെ ദുനിയാവിലെ ജീവിതം, ആ ദുനിയാവിലെ ബിസി, ആ ദുനിയാവിലെ കച്ചവടം, ആ ദുനിയാവിലതായ സർവ്വതും ഞങ്ങൾ വിട്ടിട്ടു ഞങ്ങളെ കുടുംബവും ഞങ്ങളെ മക്കളെയും സൈഡിൽ വെച്ചിട്ട് അള്ളാഹുവിനെ വിളിക്ക് ഉത്തരം കൊടുത്തത് ഞങ്ങൾ പള്ളിക്ക് വന്ന് അല്ലാഹു അക്ബർ ചൊല്ലുക. അല്ലാഹു വലിയവൻ, അല്ലാഹു വലിയവൻ. നന്റെ എല്ലാം വിട്ടത് ഞാൻ എൻ്റെ റബ്ബുരെ ആ ഇബാദത്തുക്ക് വേണ്ടിയിട്ട് ഞാൻ പള്ളിക്ക് വന്നറ. അത് കലിഞ്ഞൽ പിന്നമേ ഉള്ള നിന്റെ ബാക്കി വിഷയം അല്ലാഹു അക്ബർ, അല്ലാഹു ഐത്തിക്കര് വലിയവൻ. അവിടെ തൊട്ടവന് നിസ്കാരം സ്റ്റാർട്ടാവുമ്പോ അവന് അല്ലാഹുരൊട്ടിക്കുള്ള ചില ഖറാറൈത്തിക്കര്, പിന്നെ അല്ലാഹുരൈത്തിക്കുള്ള അതിസംബോധനമൈത്തിക്കര് അവൻ ആക്കരുത് അല്ലെ. വജ്ജഹത്തു വജ്ഹിയലില്ലതി ദുആ ഓതറനക നന്റെ ശരീരമെല്ലാം നന്റെ റബ്ബുക്ക് വേണ്ടിയിട്ട് ഞാൻ അർപ്പണാക്കിയ, നന്റെ റബ്ബുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ച വജ്ജഹത്തു വജ്ഹിയലില്ലതി ഫതറസ് സമാവാതി വൽ അർദ് ആകാശഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നതായ റബ്ബ് കൈത്തിക്കര് നന്റെ ശരീരവും നന്റെ മനസ്സും നാണ് ആ ഉറച്ച് അവനിലേക്ക് ഞാൻ നേരിട്ട് നിന്നത് ചൊന്തു. ഒരുപാട് ദുആയിത്തിക്കറ്. ആ ദുആ കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് പഠിപ്പാട്ടത് ഫാത്തിഹയിലൂടെ പഠിപ്പാട്ടത് നമുക്ക് തൗഹീദൈത്തിക്കറ്. അല്ലാഹുവിന്റെ പേര് ചൊല്ലുന്നു. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും അല്ലാഹു ചൊല്ലുള്ള ആ ഒരു സ്തുതി കീർത്തനം ചൊല്ലുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനൈത്തിക്കറ് റഹീമൈത്തിക്കറ് നീനും ചൊല്ലുള്ള ഉറച്ചത്.
ഈ ലോകത്ത് അള്ളാഹുക്ക് വഴിപ്പെട്ടവനുക്കും അള്ളാഹുക്ക് ഇബാദത്ത് ആക്കിയവനുക്കും ആക്കാത്തവനുക്കും ഒരുപോലെ കരുണ ചെയ്യുന്നതായ റബ്ബ് റഹീം. നാളെ പരലോകത്ത് അവനുക്ക് ഇബാദത്താക്കിയിട്ട് അവന്റെ തൗഹീദ് അനുസരിച്ച് ജീവിക്കവനുക്കോ നാളെ പരലോകത്ത് കൊടുക്കരുത്. അവിടെ അവന് മാത്രമേ റഹ്മാൻ റഹീം മാത്രമല്ലേ. അവിടെ അനുസരിക്കാത്തവർക്ക് അവിടെ പിന്നെ സ്ഥാനമില്ല. ഈ ദുനിയാവിൽ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അനുഗ്രഹത്തെ വിശാലമാക്കി കൊടുക്കറ. നാളെ പരലോകത്ത് വരുമ്പോ അവനനുസരിച്ച് ജീവിக்கிறവർക്ക് മാത്രമുള്ള അവിടെ അവകാശം ചൊന്തു അർ റഹ്മാൻ റഹീം ചൊല്ലുന്നത്. മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഇങ്ങനെല്ലാം ചൊല്ലുമ്പോ പിന്നെയും അല്ലാഹുരോട്ടിലുള്ള ആ വഹദാനിയത്തിലെ ആ ഷഹാദത്തിലെ ആ കരാറിനെ ഉറപ്പിക്കുന്നതിന് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ അവിടെ എത്തിക്കറ്. അതിലെ മർമ്മകാണ്ഡം, അതിലെ അടിസ്ഥാനം, അതിലെ ഫൗണ്ടേഷൻ അവിടെ എത്തിക്കറ് തൗഹീദ്. ഇയ്യാക നഅ്ബുദു നിക്ക് മാത്രം ഞാൻ ഇബാദത്താക്കറേ, നിന്റെ ഒട്ടിಗೆ മാത്രം സഹായം തേടുന്നുള്ള ഉറച്ച വിശ്വാസം അല്ലെ. നിന്റെ ദൈനംദിന ജീവിതത്തിൽ നക്ക് എന്ത്ര പ്രോബ്ലം വന്നെങ്കും എന്ത്ര കഷ്ടപ്പാട് വന്നെങ്കും ഫസ്റ്റ് നാണ് ചൊല്ലുന്നത് അത് നിന്റെ ഒട്ടിಗೆ എത്തിക്കറ്, നിന്റെ ഒട്ടിಗೆ എത്തിക്കറ് നാണ് സഹായം തേടുറേ, നിന്റെ ഒട്ടിಗೆ എത്തിക്കറ് നിക്കുബേനൈത്തെ എത്തിക്കറ് നാണ് ഇബാദത്താക്കറെന്ന് ചൊന്തു. ഇങ്ങനെ ഓരോരോ കാര്യവും ഇബാദത്തിനെ സ്ഥിരപ്പെടുത്തിട്ട് വന്നിട്ട് ആ നിസ്കാരം തീർന്നോടത്തോളം ഷഹാദത്തും എല്ലാം തസ്ബീഹും ദിക്റും എല്ലാം അവന്റെ വഹദാനിയത്തിനെ ഉറപ്പിക്കരുത് എത്തിക്കറ് അല്ലെ. ഞങ്ങൾ എല്ലാവരും നിസ്കരിക്കുക, ഫാത്തിഹ ഓതുക. ഞങ്ങൾക്ക് എത്ര ആൾമാർക്ക് ഫാത്തിഹയുടെ അർത്ഥം കൊണ്ടുണ്ട്. നമുക്ക് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നേരായ തെരുക്കു നമുക്ക് അല്ലാഹു നീ നക്ക് സന്മാർഗം താ ഹിദായത്ത് താൻ ചൊന്തു ഞങ്ങൾ ഓതുക. എന്തിന നേരായ മാർഗം ചൊന്തു ಅದರ ಅರ್ಥ ഞങ്ങൾ എത്ര ആൾമാർ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളവർ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളവർ ഞങ്ങൾ ഹൃദയത്തേക്ക് ഞങ്ങൾ എൻട്രാക്കുന്നുള്ളവർ ചൊന്തു ഒന്ന് ഞങ്ങൾ ആലോചന ആക്കണം. ഞങ്ങളെ ಖಾಲಿ ഒരു കർമ്മ മാത്രമായിട്ട് ഞങ്ങൾ നിസ്കാരത്തെ ബുടകൊള്ളതല്ല. ഞങ്ങൾ മുസ്ലിമരെ പേരുണ്ടല്ലേ, പള്ളിക്ക് ഞങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ആൾമാർ ഞങ്ങളെ സമൂഹം ഞങ്ങൾ എന്തൊരു ചൊന്തുള്ള ചിന്തന മാത്രമല്ല അവിടെ ഉള്ളത്. ആ പള്ളിക്ക് പോയിട്ട് ആ നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ ചൊല്ലുന്നതായ ഓരോരോ ദിക്റും ഓരോരോ തസ്ബീഹും അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാട്ടത് എന്തെല്ലാം ഉണ്ടോ അത് തൗഹീദുള്ള ആ ഉറച്ചതായ അജണ്ടമായി തിക്കറും ചൊന്തു. അത് എത്ര ആളുകൾ കൊണ്ടുണ്ടോ, ഞങ്ങൾ എത്ര ആൾ പഠിച്ചിറ, ഞങ്ങൾ എത്ര ആൾ മനസ്സിലാക്കിറ. ഒരുപാട് സമയങ്ങളും ഒരുപാട് ടൈമും ഞങ്ങൾ ദുനിയാവൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടും മൊബൈലിലും സോഷ്യൽ മീഡിയയിലും ഞങ്ങൾ യൂസ് ആക്കുക. അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക. എത്ര ആൾക്കാർക്ക് ഞങ്ങൾക്ക് ചിന്തന വന്നത് ഗൗരവമായിട്ട് ചിന്തിക്കുള്ളത് എത്തിക്കൊരു കൂട്ടരെ എന്തെങ്കിലും ഒരു കർമ്മ പോലെ ആക്കിയിട്ട് വിട്ടു പോകേണ്ടതല്ല നിസ്കാരം. ആ നിസ്കാരത്തിൽ എന്തിനു ചൊല്ലുന്നതും പോലും അതും ഞങ്ങളെ മനസ്സിലൊന്ന് കൊള്ളണം. ആ മനസ്സിക്ക് കൊല്ലാത്തതിന്റെ പേരെ എത്തിക്കരു. നിസ്കരിച്ചിട്ട് കൊണ്ടിട്ട് ഞാൻ എല്ലാം നിന്റെ ഒട്ടിക്ക് തേടുറാൻ നിന്റെ ഒട്ടിക്ക് കേൾക്കുറാൻ ചൊന്തു. ആ നിസ്കാരം കളിച്ചിട്ട് പോകുമ്പോ അപ്പുറത്തുള്ള പള്ളിയിലുള്ള ആ ദർഗത്തേക്ക് പോയിട്ട് നിന്നിട്ട് നിന്റെ ഒട്ടിക്ക് ഞാൻ സഹായം തേടുറാൻ ചൊല്ലിക്ക് ആ മനുഷ്യക്ക് എന്തൊരു അർത്ഥമുണ്ട് അവൻ ചൊന്നത് ഇത്രത്തോളം. നിസ്കാരത്തിൽ ചൊന്നത് നിന്റെ ഒട്ടിക്കാണ് എല്ലാം. നിസ്കാരത്തിൽ അള്ളാഹുരൊട്ടിക കൊണ്ട് തൗഹീദ് ഉറച്ചതെല്ലാം നിന്റെ ഒട്ടിക്കാൻ ചൊന്ന അതേ മനുഷ്യ നമസ്കാരം തീർന്നിട്ട് പള്ളിയുടെ സൈഡിലുള്ള ദർഗത്ത് പോയിട്ട് ആ ദർഗത്ത് തിരിഞ്ഞിട്ട് നിന്റെ ഒട്ടിക്ക് നാണ് സഹായം തേടാൻ ചൊല്ലുക. അങ്ങനെ ഉള്ള ഒരു വിഡ്ഢി അത് ചൊല്ലുക. കാരണം എന്തേ അവന് നിസ്കാരത്തിൽ ചൊന്നത് എന്തിരട്ട് അവന്റെ തലക്ക് പോയിട്ടില്ല. അതേത്തിക്കർ അവിടെ അവന് കൊടുത്ത ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഞങ്ങൾ ചൊല്ലുക. അല്ലാഹു അല്ലാതെ ഇലാഹുമില്ല മുഹമ്മദുർ റസൂലുള്ളാഹ് നന്റെ നബി ആ നബി നക്ക് എന്തിനെ പഠിപ്പാട്ട് അതല്ലാത്ത ഒരു അനുമാനി തൂക്ക് പോലും നാം അപ്പുറത്ത് പോകേണ്ട വിഷയമില്ല. നാ ബിദ്അത്താക്കര വിഷയമില്ല. നിക്ക് അല്ലാഹു ഇഷ്ടമില്ലാത്തത് ഒന്നുമില്ല ചൊന്തുള്ള ആ ഒരു ഷഹാദത്ത് ഞങ്ങൾ എന്തിനെ എത്തിക്കരുത് ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ ഉറച്ച എന്ത് കരാറ് എത്തിക്കരുത് ഞങ്ങൾ പാലനാക്കിരാൻ ചൊന്തു. ഞങ്ങളെ മനസ്സാക്ഷിയോട്ടൊന്ന് കേൾക്കണു. വെറുതെ മുസ്ലിമും ഞങ്ങൾ മുവഹിദും തൗഹീദ് ചൊന്ത കാര്യമില്ല. അതെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത് ഓരോന്നും ഗൗരവമായിട്ട് ഞങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ട് ജീവിക്കുകയാവണോ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ആ നിസ്കാരമാവരെ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് പ്രയോജനമാവരെ.
ഒരു വിഷയത്തിൽ ഒരു ഇൽമ് പഠിക്കുക അത് ഒരു ഇവിടെയുള്ള സ്പീച്ച് ആക്കണമെങ്കല്ല മാത്രമല്ല ബാധകം, അത് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ മാത്രം സീമിതമല്ല. എല്ലാവരും നിർബന്ധമായത് ഞങ്ങൾ പഠിച്ചിരിക്കണം. ഞങ്ങൾ എല്ലാ മുസ്ലിമുകളായ ഓരോരോ മനുഷ്യരും അവനക്ക് ആവശ്യമുള്ളത് നിർബന്ധമായിട്ട് അങ്ങ് പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ അവനാക്കര കർമ്മത്തിക്ക് ഒരു കാര്യമുള്ളേ, അവനാക്ക കർമ്മത്തിക്ക് ഒരു ഫായ്ദമുള്ളേ, അവന് എന്തൊരാക്കിരം ചൊന്ന് മനസ്സിലാക്കരുത്. 5 സ്തംഭങ്ങളെ കൊണ്ട് തൈത്തിക്കര് ഇസ്ലാമരെ നിലനിർത്തിയെന്ന് ചൊന്ന അല്ലെ. ആദ്യത്തെ 1ാമത്തെ തൈത്തിക്കര് ഷഹാദത്തും ചൊല്ലത്. ആ ഷഹാദത്ത് അവനക്ക് പൂർണ്ണമായെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കർമ്മങ്ങൾ അള്ളാഹുവിൽ സ്വീകരിക്കരുത്. ഒരു മനുഷ്യര് നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ അവന്റെ തൗഹീദ് സമാവനം, അവന്റെ ഷഹാദത്ത് സമാവനം. ഒരു മനുഷ്യർ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ അവന്റെ ഷഹാദത്ത് സമാവനം, അവന്റെ ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ അവന്റെ ഷഹാദത്ത് സമാവനം, അവന്റെ സകാത്ത് സ്വീകരിക്കണമെങ്കിൽ അവന്റെ ഷഹാദത്ത് സമാവനം. ഈ സകാത്തും നോമ്പും ഹജ്ജും നിസ്കാരം ഒന്നും സ്വർഗത്ത് പോകുള്ള ടിക്കറ്റ് അല്ലത്. ഇതെല്ലാം ഈ കർമ്മങ്ങളെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ല. ഇത് ഈ കർമ്മങ്ങളെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആ ഫസ്റ്റ് ഇസ്ലാമിന്റെ കാര്യത്തുള്ള ഷഹാദത്ത് ഉറച്ച് നിപ്പാട്ടുക വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷന്റെ ഉറച്ച് നിപ്പാട്ടുള്ള ഒരു ഊർജ മാത്രമേ ഉള്ളേ ഈ ബാക്കിയുള്ള കർമ്മങ്ങൾ. അതുകൊണ്ട് നിസ്കരിച്ചവനക്ക് അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ നിസ്കരിച്ച, അവന്റെ നല്ല നല്ല കാര്യാക്കിയ, സകാത്ത് കൊടുത്ത, ഹജ്ജാക്കിയ, നോമ്പ് പിടിച്ച, നല്ല നല്ല സൽക്കർമ്മ ആക്കിയ, അനാവശ്യമായിട്ടൊന്നും ആക്കിയിട്ടില്ലവനോ, ഒരു വേണ്ടാത്തതും പോയിട്ടില്ല, കല്ല് കുടിച്ചിട്ടില്ല, സിന ആക്കിയിട്ടില്ല, ഹറാമാക്കിയിട്ടില്ല, വേണ്ടാത്തത് തിന്നിട്ടില്ല, എന്തുകൊണ്ട് കാര്യമില്ല. അവന്റെ ഷഹാദത്ത് പൂർത്തിയായെങ്കിൽ മാത്രമേ ഈ ചൊന്ന സൽക്കർമ്മത്തെ അള്ളാഹുരൊട്ടിക്ക് സ്വീകരിക്കരുത്, ഗൗരവമായിട്ട് ചിന്തിക്കരുത്. ഇത്തിക്കരു വിഷയം അവിടെ ഇത്തിക്കരു ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം ഹിദായത്ത് എത്ര മാത്രം ഗൗരവമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. ഷഹാദത്ത്, ആ ഷഹാദത്ത് അനുസരിച്ച് ഒരു മനുഷ്യക്ക് ജീവിക്കണം ചൊന്നത് അള്ളാഹു ഈ ലോകത്ത് കൊടുക്കുന്നതായ ഏറ്റവും വലിയ ഭാഗ്യമൈത്തിക്കര്, ഏറ്റവും വലിയ അനുഗ്രഹമൈത്തിക്കര്. ഞങ്ങൾ എല്ലാവരും ചൊല്ലത് പോലെ ഒരു മനുഷ്യക്ക് അനുഗ്രഹം ചൊല്ലത് അവനക്ക് കുറെ സമ്പത്ത് കിട്ടുന്നതല്ല, അവനക്ക് ഈ ദുനിയാവിൽ സൗകര്യം കിട്ടുന്നതല്ല അനുഗ്രഹം. അതെല്ലാം അള്ളാഹുര പരീക്ഷണമൈത്തിക്കര്. അവനക്ക് പരീക്ഷണത്തെ ഇതിനേക്കാൾ ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും വില സൗഭാഗ്യം ചെന്നത് ആ ഷഹാദത്ത് എന്തിനും ചെന്നു അതനുസരിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിക്കറവണൈത്തിക്കര്. അതൈത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്ന് കിട്ടുന്നതായ ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ ഷഹാദത്ത് ബേനൈത്തിക്കര് ലക്ഷക്കണക്കില് ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ ഈ ലോകത്ത് പ്രബോധകരായിട്ട് കൊടുത്തത്. ഈ മനുഷ്യരെ ആ പ്രബോധനത്തിലൂടെ അങ്ങനെ ഷഹാദത്തിനെ, അങ്ങനെ തൗഹീദരെ ഉറച്ചു നിപ്പാട്ടുക ബേനൈത്തിക്കര്. അതുകൊണ്ട് ഇത്തിക്കര് ഒരുപാട് ആ അനുഗ്രഹമായ ഷഹാദത്ത്, തൗഹീദ്, ആ ഒരു ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുടുംബത്തെ ബന്ധം കൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്നതല്ല. അബ്ബ നബിയായത് കൊണ്ട് മോനുക്ക് കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കോടീശ്വരനായത് കൊണ്ട് അല്ലാഹു ആ മക്കൾക്ക് തൗഹീദ് കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ മക്ക നബിയായത് കൊണ്ട് അബ്ബ ഉമ്മക്ക് തൗഹീദ് കൊടുക്കണമെന്നില്ല. അതെല്ലാം നമുക്ക് ചരിത്രമുണ്ടല്ലേ. നൂഹ് നബി ചരിത്രത്തെ നമുക്ക് കേട്ടിട്ടില്ലേ? ആ നൂഹ് നബിയെ മക്ക, ആ നൂഹ് നബിയുടെ മോനു അവന് നരകത്തേക്ക് പോകേണ്ടവനും ചൊന്തന്ന അവന്റെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചൊന്തന്ന എന്തേ നൂഹ് നബിയിൽ നിന്ന് ആ തൗഹീദ് സ്വീകരിക്കുക തയ്യാറായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിക്ക് തൗഫീക്ക് കൊടുത്തിട്ടില്ല. അത് അല്ലാഹുവിന്റെ ഒരു ഗിഫ്റ്റ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമു എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ആ ഇബ്രാഹിം നബിയുടെ അബ്ബ ഈ തൗഹീദ് പറയുന്നതിനായിട്ട് എന്ത് കിട്ടാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക തീരുമാനിച്ചിട്ടില്ല. മുത്തു നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മൂത്താപ്പ അബൂ താലിബ് കിട്ടിയിട്ടില്ല. എന്തേ? അബൂ താലിബ് തപ്പാക്കി ജീവിച്ച ആൾമാറ അല്ല, അത്രമാത്രം ക്ലാരിറ്റി ഉള്ള ആളായിത്തിക്കർ അബൂ താലിബ്. ആരും വിചാരിക്കണ്ട അബൂ താലിബ് ചൊല്ലുമ്പോ വേണ്ടാത്ത ഹറാമുത്തിന്റെ സിന ആക്കിയിട്ട് നിസ്കരിക്കാത്തും നോമ്പ് നോക്കാത്തും കള്ളും കുടിച്ചിട്ട് നടന്നാലും ആരും വിചാരിക്കണ്ട. ഇത്രമാത്രം ക്ലാരിറ്റി ഉള്ള ആള് ആ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താബയിൽ എത്രമാത്രം ഉണ്ടെന്ന് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സെലക്ട് ആക്കി തൈത്തിക്കർ ആ അബൂ താലിബിനെ അണ്ടറിൽ വളക്കുക വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്, സെലക്ട് ആക്കിയത്. കാരണം എന്തേ? 100% 1% പോലും ഹറാമ് തിന്നാത്ത ആളൈത്തിക്കർ അബൂ താലിബ്.
എല്ലാ വക്തും നിസ്കരിക്കുന്ന ആള്, സക്കാത്ത് ഹജ്ജും ആ കഅബയെ പരിപാലിക്കുന്ന ആള്, എന്തുകൊണ്ട് ഹിദായത്ത് കിട്ടിയിട്ടില്ല? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാഉ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊന്ന എന്തിരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അബൂ താലിബ് ഹിദായത്ത് കിട്ടുകയായിട്ട് അസറും സുബൈകും പോയിട്ട് ഒരുപാട് ഹിദായത്ത് ബൈനയിട്ട് ചൊല്ലൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടപ്പെട്ടിട്ട് മരിക്കുന്നോടത്തോളം പോലും കഷ്ടപ്പെട്ടിട്ട് ചൊല്ലൊരു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഞാൻ ശുപാർശ ആക്കാൻ ചൊല്ലുമല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാഉ. ഓ നബിയേ, നിങ്ങൾ വിചാരിച്ച ആൾമാർക്ക് ഹിദായത്ത് കൊടുക്കുക ആവില്ല. ഹിദായത്ത് അത് നന്റെ ഗിഫ്റ്റ് ആയിത്തിക്കര്. ആറ് ഞാൻ വിചാരിച്ച അങ്ങനെ മനസ്സ് കിട്ടി കൊടുക്കരുതായിത്തിക്കര്. ആ ഹിദായത്തിന് ആ പ്രകാശം ഞങ്ങളെ മനസ്സിൽ അല്ലാഹു ഞങ്ങൾക്ക് തന്നിന്നെങ്കിൽ അതിനെ ഗൗരവമായിട്ട് മരിക്കുന്നിടത്തോളം നിലനിർത്തരുത്. ഞങ്ങളെ ഓരോരുത്തരും കടമയിത്തിക്കര്. ഞങ്ങൾ ഈ തൗഹീദ് മനസ്സിലാക്കിയിട്ട് ആ വിദഗ്ധരെ മനസ്സിലാക്കിയിട്ട് അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തതായ ശിർക്കിനെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ വന്ന പക്ഷേ മരിക്കുന്നിടത്തോളം നിലനിർത്തരുത്. അതിനെ ക്യാറാക്കിയിട്ട് പോകേണ്ടത്, അതിനെ സംരക്ഷണാക്കി പോകേണ്ടത് ഓരോരുത്തർക്കും ഞങ്ങളെ കടമാൻ ചൊല്ലുന്നത് ഞങ്ങൾ എല്ലാവരും വിചാരിക്കണോ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നബിയുടെ കെയറാഫില അല്ലെങ്കിൽ ഏതൊരു നല്ല ഒരു മനുഷ്യനായത് കൊണ്ടുള്ള കെയറാഫില അല്ല ഹിദായത്ത് കിട്ടുന്നത്. ഹിദായത്ത് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം അവനക്ക് കിട്ടിയതായ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിത്തിക്കരും ചെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടത്. അതുകൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ആ ഹിദായത്തിന്റെ സന്മാർഗത്തെ തെരുവ് ചെന്ന് എത്രമാത്രം കിട്ടുന്നുണ്ട് അവന്റെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ജാഗൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടത്. ഒരു മനുഷ്യരെ സൃഷ്ടിപ്പ് തന്നെ സൃഷ്ടിച്ച് തന്നെ അവനക്ക് തൗഹീദോട് കൂടി ജീവിക്കുകയും ചെന്ന് അല്ലാഹു നമുക്ക് അവന്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടിയ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിഅബ്ദൂൻ. ജിന്ന വർഗത്തെയും ഇൻസ് വർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് അവനക്ക് ഇബാദത്താക്കതോ ആ ഇബാദത്ത് ചൊല്ലുന്നതേക്ക് അവിടെ അർത്ഥം കൊടുത്തത് മുഫസ്സിരീങ്ങ യുവഹിദൂൻ മുവഹിദായിട്ട് തൗഹീദായിട്ട് ജീവിക്കരുതെന്ന് ചൊന്തയിത്തിക്കരുത്. അവന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ കർമ്മങ്ങളും അത് അല്ലാഹുക്ക് മാത്രമായിട്ട് അർപ്പണാക്കിയിട്ട് ജീവിക്കരുത്. അതേത്തിക്കൽ അവിടെ അടുത്ത കൊടുത്തത്. അപ്പോ അവന്റെ മനുഷ്യ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അല്ലാഹു അല്ലാത്തതിക്ക് വേണ്ടിയിട്ട് അവന് ദുആത്താക്കുക, അല്ലാഹു അല്ലാത്തതിക്ക് വേണ്ടിയിട്ടോട് സഹായാക്കുക. ഈ നിസ്കാരത്തിൽ ഞങ്ങൾ ഏത് പ്രകാരം ഞങ്ങളുടെ കരാർ ഉറപ്പിച്ച അതിനെതിരായിട്ട് അവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വല യജ്തമഉ ലഹും ചൊന്തു. ആ ആയത്തിൽ അങ്ങനെ ദുആർക്കര ആൾക്കാരെ കുറിച്ചിട്ട് അത് എത്രമാത്രം വേസ്റ്റ് ആയി പോകുന്നു ചൊന്തു ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടാം. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് അവന് ദുആർന്നിട്ടെങ്കിൽ അല്ലാഹുരെ വിട്ടിട്ട് ദുനിയാവരെ ശക്തിയുടെ പെരവിൽ പോയിട്ട് അതിലോട്ടേക്ക് സഹായത്തെ എടുത്ത് അങ്ങോട്ടേക്ക് ഒരു ദ്വാർത്തി നിന്നെങ്കിൽ ലൻ യഖ്ലുഖൂ ദുബാബൻ വല യജ്തമഉ ലഹും ചൊല്ലുற അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടത്തോളം ചൊന്നെങ്കിൽ അങ്ങ് നിങ്ങൾ ആരോട്ടേക്ക് കേൾക്കിற നിങ്ങൾ ഒരു ഔലിയ ചൊന്ത് നിങ്ങൾ കേൾക്കാറ്, ഒരു മഹാന ചൊന്ത് കേൾക്കാറ്, നിങ്ങൾ ഒരു നബി ചൊന്ത് നിങ്ങൾ കേൾക്കാറ്. ആ കേൾക്കിற ആൾമാർ അങ്ങ് നിങ്ങളുടെ ആ ഒരു ബിലിക്ക് അല്ലെങ്കിൽ ആ ഒരു സഹായത്തിക്ക് നിങ്ങൾക്ക് ഉത്തര ചൊല്ലുകയോ ആവില്ല. മാത്രമല്ല ഒരു ഈപ്പ പോലും അങ്ങനെ കൊണ്ടെത്തി സൃഷ്ടിക്കുക ആവില്ല. ആ ഈപ്പരെ സൃഷ്ടിക്കരെ വിട്ടിട്ടു ഏതൊരു മഹാന്മാരെ എതിരിൽ പോയിട്ട് അങ്ങ് കാണിക്ക വെക്കാറ് എന്തെല്ലാം തിന്നുക മധുരമുള്ള സാമനം. ആ മധുര സാമനമുള്ളതൊരു മുട്ട ഒരു ഈപ്പ ബന്തി നിണ്ടെങ്കിൽ ആ ഈപ്പര ആട്ടുക പോലും അങ്ങനെ കൊണ്ടാവില്ല. അങ്ങനെ ഉള്ള മനുഷ്യരെ കുറിച്ചിട്ട് നിങ്ങൾ സഹായം തേടമാൻ ചൊന്തോ അല്ലാഹു ഐത്തിക്കൽ ഞങ്ങളോട്ടേക്ക് കേൾക്കര്. അതുകൊണ്ടോ എത്ര വലിയ മഹാനായെങ്കും എത്ര വലിയ ഔലിയായെങ്കും എത്ര വലിയ നബിയായെങ്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാണ്ട് അങ്ങനെ ആരോട്ടേക്കും കേൾക്കോ തീരാൻ ചൊന്തോ ആ ഒരു പൂർണ്ണമായ ആ ഉറപ്പുള്ള ഷഹാദത്തെ എത്തിക്കര് അല്ലാഹു ഞങ്ങളിൽ നിന്ന് കേൾക്കര്. അതുകൊണ്ടു ആ ഷഹാദത്തിനെ എത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉറച്ചിട്ട് ഞങ്ങൾ ജീവിക്കുക അത്രമാത്രം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നാളെ വാദാക്കിയതായ ആ സ്വർഗം നേടുക ആവരും ചൊന്തു ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ എത്തിക്കണു. ഞങ്ങൾക്ക് തന്ന ഈ ഗിഫ്റ്റായ ആ ഷഹാദത്തിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ ആയത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിശുദ്ധ ഖുർആനിൽ എത്രമാത്രം തൗഹീദ് ആയത്ത് നമുക്ക് ചൊന്തന്നറാലേ ബാഹുവ ശിഫാഉൻ വ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ചൊല്റ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മനുഷ്യക്ക് എത്രമാത്രം അവന്റെ മനസ്സിലുള്ള രോഗത്തുകൊള്ളുറ ഒരു ശിഫായിത്തിക്കർ ഒരു മെഡിസിനൈത്തിക്കർ ഒരു മറന്തൈത്തിക്കർ മാത്രമല്ല റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ആ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം അവനക്ക് ഒരു അനുഗ്രഹമൈത്തിക്കർ ബാഹുവ ശിഫാഉൻ വ റഹ്മ ശിഫാഉൻ ചൊല്றது അതൊരു ശിഫാവ് ചെന്നത് രോഗശമനത്തിക്കുള്ള ആ ഖുർആന്റെ കയ്യിൽ എഴുതിത്ത അല്ലെങ്കിൽ ബട്ടകയിൽ എഴുതിത്ത അല്ലെങ്കിൽ തേനിൽ എഴുതിത്ത അല്ലെങ്കിൽ മതിൽ തൂക്കിത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ നിങ്ങൾ ഗാഡിയിൽ തൂക്കിയിട്ട അല്ല അതുക്ക് ശിഫ ചൊല്றது ആ ശിഫാം ചൊല്றது അവന്റെ മനസ്സിലുള്ള മാലിന്യം അവന് ഹറാമാക്കി തിന്നെങ്കിൽ ആ ഹറാമിനെ തടുത്തി തിരുത്തുകൊള്ള ആ ഒരു മെഡിസിൻ ഐത്തിക്കറ് ചിലപ്പോൾ ശുരുക്കാക്കുന്നവനക്ക് ആ ശുരുക്കിൽ നിന്ന് പെരോബന്ത് അള്ളാഹുക്ക് ഇബാദത്താക്കുള്ളതായ ആ ഒരു മെഡിസിൻ ഐത്തിക്കോ ചിലപ്പോൾ അന്ധകാരത്തിലും അനാചാരത്തിലും നടന്നവനക്ക് അതിൽ നിന്ന് പെരോബന്ത് അള്ളാഹുക്ക് മാത്രം അർപ്പണാക്കിത്തവന്റെ ജീവിതത്തെ മുന്നോട്ട് പോകേണ്ടുള്ള ഒരു മെഡിസിൻ ഐത്തിക്കർ അതൈത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹൈലൈറ്റ് ആക്കിയത് മാത്രമല്ല വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അല്ലാഹുക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നതായ ആ ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം വറഹ്മ അവനക്ക് ഒരു അനുഗ്രഹമായി തിക്കിരും ചൊന്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം ആ തൗഹീദിനെ ഹൈലൈറ്റ് ആക്കിയിട്ട് ചൊല്ലുക കാരണം എന്തേ ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം ഒരു മനുഷ്യരെ സംബന്ധിച്ചോളം അവന്റെ പരലോക വിജയം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിക്കുക അജണ്ടമാക്കി വെച്ചിരുത് ഈ ഒരു തൗഹീദും ചൊന്തു ഈ ഒരു തൗഹീദ് തപ്പാട്ടൊക്കെ വേണത്തിക്കര് ഈ ശൈത്താന മനുഷ്യർ എല്ലാ രീതിയിലും അവന് പരിശ്രമാക്കിയെന്നുള്ളേ അല്ലെ മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രു ആറും ചെന്നുള്ള ആ ഒരു ചോദ്യത്തെ ക്വസ്റ്റ്യനുക്ക് ഏറ്റവും വലിയ ഉത്തരം ചൊല്ലുന്നത് ശൈത്താനായി തിത്തിക്കര് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പരിസരത്ത് ഞങ്ങൾ ജീവിക്കുന്നതായ അമുസ്ലിമായ സുഹൃത്തിനെ അമുസ്ലിമായ സഹോദരന്മാരെ ഞങ്ങൾ കൈ ചൂണ്ടിക്ക് ചൊല്ലുക അവനൈത്തിക്കും ഞങ്ങളെ ശത്രു ചൊന്തു ഒരുക്കമല്ല അവന്റെ ശത്രുവാക്കുക കാരണമായ അവന്റെ പെരോള് പ്രവർത്തിക്കുന്നതായ ഒരാളുണ്ടോ ആ ശൈത്താനും ചൊല്ലവൻ അവനൈത്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ശത്രു ചൊന്തു എവിടത്തോളം ചെന്നെങ്കിൽ ആ മനുഷ്യരെ ആ നരകത്തിലേക്ക് കൊണ്ടുപോകോ അള്ളാഹുരൊട്ടിക്ക് അവന് ശപഥാക്കിര അള്ളാഹുരൊട്ടിക്ക് അവർ വാഗ്ദാനാക്കിര ആ ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിച്ച് സുജൂദാക്കിയ ടൈമില് അഹങ്കാരം കൊണ്ട് സുജൂദാക്കാത്ത കാരണത്തിൽ അള്ളാഹു ആകാശ ലോകത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ഏതൊരു ആളെ കൊണ്ടിട്ട് നന്റെ ഈ ആകാശ ലോകത്തിൽ നിന്ന് പുറത്താക്കുക കാരണമായി ആ മനുഷ്യരുടെ ആ ആദം നബിയുടെ സന്തതികളെ നാനാ ഭാഗത്തിൽ നിന്നാണ് നരകത്തേക്ക് പോകുക പരിശ്രമം ആക്രന്തിക്കുവാൻ ചൊന്തു അള്ളാഹുരൊട്ടിಗೆ വാദാക്കിര ആ വാദത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് ലഅഖൂദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം നേരായ എല്ലാ തെരുളും ഞാൻ കാത്തുനിൽക്കുക അവനെ ഇബാദത്താക്കുന്നതായ എല്ലാ തെരുളും ഞാൻ കാത്തുനിൽക്കുക നിസ്കരിക്കുമ്പോൾ അവന്റെ പെരോടിക്കുവനാണ് നോമ്പ് നോക്കുമ്പോൾ അവന്റെ മുട്ടയ്ക്കുവനാണ് ഹജ്ജാക്കുമ്പോൾ അവന്റെ മുട്ടയ്ക്കുവനാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ അവന്റെ മുട്ടയ്ക്കുവനാണ് നിന്നോട്ടിക്ക് സഹായം തേടുന്ന ടൈമിൽ ഞാൻ അവന്റെ മുട്ടയ്ക്കുക ഇതെല്ലാം ടൈമില് അവന്റെ മനസ്സിന് വിശ്വാസാക്കിയിട്ട് നിണ്ടല്ലാത്തതായ ഒരു തെരുവിലേക്ക് ഞാൻ അവന്റെ ബുടകു ഞാൻ പരിശ്രമിക്കുക എത്ര വ്യക്തമായിട്ട് ആ ശൈത്താന്റെ ശരീരത്തെ കുറിച്ചിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് അവന്റെ മുന്നലും അവന്റെ പെരോളും അവന്റെ മേലും അവന്റെ കീഴും എവിടത്തോളം ചെന്നെങ്കിൽ അവന്റെ ചാരര ഉൽഗ പോലും ഞാൻ പ്രവേശനാക്കിയിട്ട് അവന്റെ നാ വിശ്വാസാക്കിയിട്ട് നിന്റെ ഇബാദത്ത് ആക്രയിൽ നിന്ന് തടഞ്ഞിട്ട് ഞാൻ അവന്റെ പുറത്താക്കിയിട്ട് നാളെ കാഫിറുകളുടെ കൂട്ടത്തിൽ ഉൾക്കൊണ്ടിട്ടു നാളെ നരകത്തിലേക്ക് ഞാൻ അവന്റെ ബലിച്ചെന്തോ പോകാൻ ചെന്തോ ശൈത്താന് അവന്റെ അള്ളാഹുരൊട്ടിക്ക് വാഗ്ദാക്കിര ചെറിയ ഒരു കയ്യിലെണ്ണ ഒരു ആൾമാർ മാത്രമേ നിന്റെ മാത്രം ഇബാദത്താക്കരുത് നിന്നോട് മാത്രം സഹായത്തെ ഇടുന്നതായ കാര്യങ്ങളെല്ലാം നിന്നോട് മാത്രം അർപ്പണാക്കുന്നതായ കൊറിയ ഒരു ആൾമാരെ മാത്രം നിൽക്കിട്ടു വലാ തജിദ് അക്തറുഹും ഷാക്കിരീൻ യാറത്തെ ആൾമാര് നിന്റെ ശുക്രാക്കരങ്ങളെ നിക്ക് കിട്ടലാൻ ചൊന്തു അള്ളാഹുരൊട്ടിಗೆ ആ ശൈത്താൻ വാദാക്കിര ആ വാദാക്കിയതായ ആ ശൈത്താനൈത്തിക്കുന്ന മനുഷ്യരെ ഏറ്റവും വലിയ ശത്രുവും ചൊന്തുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം തപ്പാക്കുമ്പോ ആ തപ്പിൽ നിന്ന് പെരോ പറകൂ
ഞങ്ങളെ അള്ളാഹുരൊട്ടികല്ല പേടിച്ചിട്ടുള്ള ആ പെരോപറകുള്ള ആ ഒരു അള്ളാഹുരൊട്ടികല്ല ആക്കിയതായ ഖറാറിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ മനസ്സിലാക്കി ജീവിക്കണോ. കാരണം എന്തേ, ശൈത്താൻ എല്ലാം മനുഷ്യർ വസ്വാസാക്കിയിട്ട് നരകത്തിൽ കൊണ്ടുപോയിട്ട് നാളെ നരകത്തിൽ അവിടെ കത്തി ജ്വലിക്കുന്നതായ നരകത്തിൽ നിൽക്കുമ്പോ ഇതേ ശൈത്താൻ നാളെ അവിടവും വരുവാൻ ചൊന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലുക, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ ഫലാ വലാ തലൂമൂനി വലൂമു അൻഫുസകും. ഈ ആയത്തിലൂടെ നാളെ ഖുർആനിൽ അല്ലാഹു നമുക്ക് പഠിപ്പാടേ ആ നരകത്തിൽ വെച്ചിട്ട് ശൈത്താൻ അവന്റെ ആ ശൈത്താന്റെ അനുസരിച്ച് ജീവിച്ചതായ ആ കത്തി ജ്വലിക്കുന്നതായ നരകത്തിൽ നിന്ന് ഒരു പ്രസംഗാക്കറ ഒരു സ്പീച്ച് ആക്കറാൻ ചെന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലേ. എന്തായിത്തിക്കറ അവന്റെ സ്പീച്ച്, വഖാല ശൈത്താൻ ലമ്മാ ഖുദിയൽ അംർ. കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ജഡ്ജ്മെന്റ് ആക്കിത്തിൽ പിന്നെ ആ ശൈത്താന് ആ മനുഷ്യർ നോക്കിയിട്ട് ആ ശൈത്താന് ചൊല്ലുക, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. ഏതൊരു വിഷയത്തിൽ അള്ളാഹു നിങ്ങളോട്ടേക്ക് ദുനിയാവിൽ വെച്ച് അവൻ വാദാക്കിറ. എന്തിര വാദ? നീ ശൈത്താൻ നിങ്ങളെ ശത്രുവായിത്തിക്കിറ. നാനാ ഭാഗത്തിൽ നിന്നും ശിർക്ക് കൊണ്ടുത്തും ബിദ്അത്ത് കൊണ്ടുത്തും ഹറാമ് കൊണ്ടുത്തും നിന്റെ അവന് പെരവും തിരിക്കുകയായിട്ട് ആ ശൈത്താൻ നിങ്ങളോട്ട് ഷർറായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പ്രേരണ ആക്കിറാൻ ചൊന്തുള്ള ആ ഒരു വാദം നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ ആക്കിറ അല്ലേ. ആ വാദം വാദൽ ഹഖ് അത് നേരെ തിക്കിറും ചൊന്തു അപ്പൈത്തിക്കിറ് ശൈത്താന് ചൊല്ലേ. വാവത്തുക്കും ഏതൊരു വിഷയത്തിൽ അല്ലാഹു ഒരു തപ്പാട്ടിട്ട് നിങ്ങളെ പെരോ ജാറുവാട്ടുമ്പോ ഞാൻ എന്തിരത്തിക്കിറ് നല്ല നല്ല വാദം നിങ്ങളോട്ട് ആക്കിരേ. ആ വാദത്തിൽ നിന്ന് ഞാൻ പെരവ് ബണ്ട, ആ വാദത്തിൽ നിന്ന് ഞാൻ ലംഘനാക്കിറൻ ചൊന്തു ആ ശൈത്താൻ അവിടെ ചൊല്ലുക, ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. ഞാൻ ആ ലംഘനത്തിൽ ആ ഖറാറിൽ നിന്ന് ഞാൻ പെരോബണ്ട. കാരണം വമാ കാന അലൈക്കും മിൻ സുൽത്താൻ, ഇന്നത്തെ നാളത് ഒരു അധികാരം നിങ്ങളുടെ മേലെ നക്കില്ല. ഞാൻ നിങ്ങളെ വിളിച്ച പക്ഷേ നിങ്ങൾ ഞാൻ തപ്പിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മനസ്സിൽ പ്രേരണ തന്നരെ മാത്രമേ ആ തപ്പുക്ക് പോയതും ആ തപ്പാക്കിയതും അത് നിങ്ങൾ എത്തിക്കരുത്. അതുകൊണ്ടത്ത് നന്റെ മേൽ നിങ്ങൾ ആരും അപവാദാക്കണ്ട. അത് നിങ്ങളെ നോക്കിയുള്ളവരും ചൊല്ലോ. നാളെ ശൈത്താന് ആ നരകത്തിൽ പ്രസംഗിക്കുന്നതായ പ്രസംഗത്തെ കുറിച്ചിട്ട് അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനിൽ ചൊല്ലുക. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, എവിടെ നമുക്ക് ഓതുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ടൈമുണ്ട് അല്ലെ. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എത്ര ആയത്ത് നമുക്ക് പഠിക്കുകയും ആ ഓരോരോ ആയത്തും മനുഷ്യന്മാരെ അവന്റെ മനസ്സിനെ പേടിപ്പാട്ടതായ ഓരോരോ ആയത്തുകളുടെ നാളെ നരകത്തെ കുറിച്ച് ചൊല്ലുന്നത്. ആ പേടി പറയുമ്പോൾ മാത്രമല്ലേ അള്ളാഹുരെ ധിക്കരിക്കാത്ത അള്ളാഹുരനുസരിച്ച് നമുക്ക് ജീവിക്കുക. അവരെ ഈ ഖുർആൻ നമുക്ക് പഠിക്കുക വേണ്ടിയിട്ട് മനസ്സിലാക്കുക. അള്ളാഹു എത്രമാത്രം ഈസിയാക്കി തന്നറ ആധുനിക കാലത്ത് ലാൻഡ് ഖുർആൻ പോലത്തത് എത്ര ഈസിയാക്കി തന്നറ നമുക്ക് പഠിക്കുക. എത്ര ആൾമാർ നമുക്ക് അതിനെ കുറിച്ചിട്ട് പഠിക്കുക മനസ്സിലാക്കിയായി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എത്രമാത്രം സമയം ഹറാമുക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെലവാക്കുക. മൊബൈലിൽ നോക്കുകയും സോഷ്യൽ മീഡിയയിലും അനാവശ്യത്തും വാട്സപ്പിലും ഗണ്ട കെട്ടട ഞങ്ങളെ വറക്ക് കളഞ്ഞിട്ട് ജാവ് വറക്കില്ലാത്ത ഞങ്ങൾ അതിരെ പെരോളുള്ള അല്ലെ ഒരു നിമിഷ ടൈം പോലും ഇല്ലാത്ത ഞങ്ങൾ അതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടതുള്ള ഒരു ചെറിയ ഒരു ടൈം ഒരു 4-1/2 ഗണ്ട അള്ളാഹുരെ കുറിച്ചിട്ട് അവന്റെ ഖുർആൻ വിശുദ്ധ ഖുർആനിൽ അത് ഞങ്ങളോട്ട് എത്തിച്ചൊന്നരെ അത് ഞങ്ങൾക്ക് എത്തിക്കരു ഖുർആൻ ഞങ്ങളെ നാളെ പരലോകത്തെ വിജയിച്ച് എത്തിക്കരു സന്മാർഗമെത്തിക്കരു ഞങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം മനസ്സിലാക്കാം. അത് അറബിയിൽ മാത്രമല്ലല്ലേ, അത് ഞങ്ങൾക്ക് ബേന്മായ ഭാഷയിൽ ബേന്മായ ലാംഗ്വേജിൽ അല്ലാഹു ഞങ്ങൾക്ക് ഹെൽപ്പാക്കി തന്നറ. അതിനെ കുറിച്ചിട്ട് പഠിക്കണം ചൊല്ലിട്ടു എത്ര ആൾമാർ ഞങ്ങളെ മനസ്സിൽ ഞങ്ങളെ ചിന്തനാക്കിറാറ്. സഹോദരന്മാരെ, ഞങ്ങളുടെ ആയുസ് ഞങ്ങളുടെ ടൈമും ഓരോരോ സെക്കൻഡും പോയെന്തുള്ളേ ചെയ്യുന്നതുള്ളേ ആ കബറുള്ള ജീവിതത്തിക്ക് ഞങ്ങൾ തയ്യാറായെന്തുള്ളേ. ഞങ്ങൾ എല്ലാവരും മുസാഫിറൈത്തിക്കര് ഞങ്ങളെ വാഹന ഞങ്ങളെ ബണ്ട് മയ്യത്ത് കട്ടിയിൽ ഞങ്ങളെ കാത്തുന്നുണ്ടു. ഇന്റെ നാളെ ഞങ്ങൾ മരിക്കരും ചൊല്ലകാവില്ല, ഏത് രീതിയിൽ മരിക്കരും ചൊല്ലകാവില്ല. ജച്ച ഞങ്ങൾ ഔത്തുക്ക് പോയിട്ട് ഞങ്ങൾ എത്തുവാൻ ആർക്കും ഉറപ്പില്ല. നാളേക്ക് ഞങ്ങളൊട്ടിക്ക് ഞങ്ങളുടെ കൂട്ടുകാരൊട്ടിക്ക് ഞങ്ങളുടെ കുടുംബത്തോട്ടിക്ക് ഇക്കുവാൻ ആർക്കും ഉറപ്പില്ല. കൂട്ടരെ ഏത് ടൈമിലും മരണം ബന്ധ് എത്തരും ചൊല്ലിട്ടു ആ പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്തിന്നെങ്കിൽ നാളെ പരലോകത്ത് ഞങ്ങളെ രക്ഷക് ഞങ്ങൾ വിജയിക്കുകയായിട്ട്
പരിശ്രമിക്കണായത് ഞങ്ങൾ മാത്രമേ ഉള്ളേ. ആരും ഞങ്ങളെ സഹായത്തിൽ കൂടെ വരല. ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആവുമ്പോൾ അവന്റെ കൂട്ടുകാർ, അവന്റെ കുടുംബക്കാർ എല്ലാവരും നിൽക്കുവർ കൂടെ. നാളെ പരലോകത്ത് പോകുമ്പോൾ വലക്കത് അള്ളാഹു ചന്ദ്രെ ഒറ്റക്കെട്ടായി ഒറ്റക്കായിട്ട് ഒരാൾ മാത്രമേ മൈത്ത് അള്ളാഹുരുട്ടിക്ക് ഓരോരുത്തരെ കാര്യം ചൊല്ലത്. അവിടെ പണ്ടത്തെ നാള് ഞങ്ങളെ കുട്ടുമ്മ ഞങ്ങളെ മാപ്പല പെഞ്ഞയും മാപ്പലകും ഇലമൂത്തങ്ങവും അബ്ബവും ആറും സഹായിക്കുന്നതല്ല. ഒരാൾക്കും സഹായിക്കാത്ത നാളും ഒരുത്തരെ കണ്ടെങ്കിൽ പിന്നൊരുത്തർ ഓടിപ്പോണ്ടതായ നാൾ. കാരണം എന്തേ? നഫ്സി നഫ്സി, നാണ് നിന്റെ ദുനിയാവിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചിട്ട് അള്ളാഹു എന്തോ എത്തിക്കുന്നുണ്ട് തീരുമാനാക്കിരേ. അള്ളാഹുവെ അവനക്ക് അനുസരിക്കാൻ ജീവിച്ചതെന്നാണ്ട് കാല കഴിഞ്ഞു പോയിര്. നക്ക് തന്ന ടൈമു, നക്ക് തന്ന ജീവിതം, നക്ക് തന്ന ആയുസ്, നിന്റെ ശക്തി എല്ലാം നാണ് ദുനിയാവുകോ ശൈത്താനക്ക് വേനയിത്തുന്നാണ് ചെലവാക്കിയ. നിന്റെ കാര്യം എന്തൈത്തിക്കര് നാളെ പരലോകത്ത് രക്ഷപ്പെടുകോ. നാണ് ഒന്നും ആക്കില്ലല്ലേ, നിന്റെ ഖേദമേ ചൊന്തു. ആ പരലോകത്തിൽ നാളെ വരുമ്പോ ആ ടൈമിൽ വരുമ്പോ ഞങ്ങൾ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല കൂട്ടരെ. ആ നരകത്തിലേക്ക് ഞങ്ങൾ കാണ്ടതായ ടൈമിൽ അപ്പ ഖേദിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു തന്ന ടൈമ്, ഞങ്ങൾക്ക് തന്ന ടൈമു, ഞങ്ങൾക്ക് തന്ന ആരോഗ്യം ശൈത്താനക്ക് പണയപ്പെക്കാണ്ട് ഞങ്ങൾ നാളെ ബച്ചവാകൂ. അള്ളാഹു അനുസരിച്ച് ജീവിക്കലിൽ മാത്രമല്ല ചൊന്തു. ആ പൂർണ്ണമായ ഉറപ്പില് അള്ളാഹു കൊടുത്ത ഖറാറിൽ ഞങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടുകാവരെ. അതുകൊണ്ടിട്ട് ഓരോരുത്തരും ഞങ്ങളെ മനസ്സിൽ നിയത്താക്കാം, അള്ളാഹുരൊട്ടിക്ക് കേൾക്കാം. ഞങ്ങൾക്ക് തപ്പ്, ഏത് തപ്പ് എത്ര വില തപ്പാക്കെങ്കും അള്ളാഹുരൊട്ടിക്ക് കേട്ടെങ്കിൽ മാപ്പാക്കാത്ത ഒരു തപ്പുമില്ല. അതുകൊണ്ടിട്ട് ഒരു മനുഷ്യൻ 60 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യർ 59 വർഷം അവന് തപ്പാക്കി തിന്നെങ്കിൽ ഒരു നാളവന്റെ മനസ്സിൽ പണ്ട് അള്ളാഹുവേ നിന്റെ ഇബാദത്താക്കി ജീവിക്കുക നക്ക് ഇഷ്ടയിര്, നക്ക് നിന്നോട്ട് പെരോ വരകു മനസ്സൊന്നും ചെന്നെങ്കിൽ അള്ളാഹു കൈ നീട്ടി സ്വീകരിക്കുക തയ്യാറുള്ള. പേടിക്കണ്ട, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആരും നിരാശനാകണ്ട. ഇത്രത്തോലെ കഴിഞ്ഞത് പോട്ടു ഞങ്ങൾ സ്വീകരിക്കുക റെഡിയെത്തിന്നെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് മാപ്പാക്കുക റെഡിയുള്ള. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നാളെ പരലോകത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുക. ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കാം, പാടുപെടാം, കഷ്ടപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലി ജമീഉൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ഒരു തൗഹീദ് ചൊല്ലുന്ന ഒരു ആദർശം അത് ഒരു ചെറിയ ഒരു സംഘമായിട്ട് ഒരു കൂട്ടർക്ക് മാത്രം സീമിതമുള്ളതല്ല. തൗഹീദ് ചൊല്ലുന്നത് അത് മനുഷ്യൻ എന്നുള്ള ആ ഒരു ജീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതുക്കുള്ള തൗഫീഖ് അല്ലാഹുവിന് കൊടുക്കുക. കാരണം ആ തൗഫീഖിനെ എടുത്തിട്ട് ജീവിക്കുന്നതായിട്ട് ഞങ്ങളെ കയ്യിലുള്ളത്. പരലോകത്തെ രക്ഷപ്പെടുള്ള എല്ലാ തിരുവും അള്ളാഹു നമുക്ക് പരിപൂർണമായിട്ട് അവൻ്റെ പ്രവാചകന്മാരോട് നമുക്ക് കാട്ടി തന്ന അതിനെ കയ്യിലെടുത്തിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മാത്രമേ ഉള്ളേ. സ്വർഗവും നരകവും ഒരു മനുഷ്യരെ സംബന്ധിച്ചോലെ എല്ലാം വ്യക്തമായി തിക്കറ്. അത് നമുക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കെങ്കിൽ മാത്രമേ ഉള്ളെന്ന് ചിന്തു. ആ ഒരു പൂർണ്ണമായ ഉറപ്പിലൂടെ എത്തിക്കണം ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കണായത്. അതുകൊണ്ട് ഈ തൗഹീദ് എന്ന ആദർശത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദർശമായിട്ട് ജീവിക്കുമ്പോൾ മാത്രമേ പരലോകത്ത് വിജയിക്കുക ഉള്ളേ. ഒരു കാലഘട്ടത്തിലൂടെ ഈ SKSM ചൊല്ലുന്നതായ ഈ തൗഹീദ് ആൻഡ് റിലിജി, ഈ SKSM ഉള്ളത് ഒരു കാലത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടതായി കൊണ്ടതായി തിക്കര് അങ്ങ് തൗഹീദിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചതായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയത്. കല്ലേറ് കിട്ടിത്തും അടിയും കിട്ടിത്തും ഗലാട്ടയിത്തും എങ്ങനെല്ലാം ഈ തൗഹീദിന്റെ തെരുളു ഇത്രമാത്രം നമുക്ക് ഈ പള്ളിയിൽ നിൽക്കുകയുള്ള ആ ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന ഇതിനെ പ്രവർത്തിച്ചതായ ഒരുപാട് ആൾമാരുള്ള നമുക്കെല്ലാവരും ആ ആൾമാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ദുആർക്ക കാരണം എന്തേ ആ അള്ളാഹുവിന്റെ അനുഗ്രഹമായതായ ഈ തൗഹീദിന്റെ ആദർശത്തിൽ ജീവിക്കുക നമുക്ക് അതിലൂടെ കാരണമായിട്ട്. അതുകൊണ്ടിട്ട് നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കുക എല്ലാ കാരണം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു ആക്കി തന്ന ആ തൗഹീദോട് ജീവിക്കുക, നമുക്ക് ആ ആദർശത്തിൽ ജീവിക്കുക നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു നമുക്ക് കേട്ടയിലാണ് യാറ ഞങ്ങളുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുക നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ
ദ്വാക്ക് അങ്ങ് വസിയത്താക്കിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രോഗത്തിന് ആശ്വാസവും സമാധാനവും കൊടുക്കട്ടെ. മാരകമായ രോഗത്തിന് അടിമപ്പെട്ടങ്ങ അള്ളാഹു അങ്ങ് ആരോഗ്യം ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെയുള്ള മാരകമായ രോഗത്തിൽ നിന്ന് അങ്ങനെയും നല്ല കുടുംബത്തെയും മക്കളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഞങ്ങൾ ഉമ്മാബ്ബ രക്ഷിതാക്കന്മാർ അള്ളാഹു അങ്ങ് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജീവിച്ചതായ ഞങ്ങൾ ഉമ്മാപ്പക്കന്മാർക്ക് രക്ഷിതാക്കന്മാർക്ക് ആരോഗ്യം ആഫിയത്ത് കൊടുക്കട്ടെ. സ്വാലിഹിങ്ങളായ മക്കളെ തന്ന് കണ്ണ് കുളിർമയായ മക്കളെ തന്ന് അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.